നമസ്കാരം, ഞാൻ ലിജു ആൻ്റണി. എന്തുണ്ട് വിശേഷം എല്ലാവരും? ഇന്ന് സത്യം പറഞ്ഞാൽ പള്ളിയിലത്തെ കഴിഞ്ഞ് ഒരു കോഴി മേടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. ഇവിടെ തന്നെയാണ് നമ്മുടെ മുളകോട് തന്നെ കോഴി മേടിക്കാൻ വേണ്ടി വന്നെങ്ങനെയാണ്. ഓക്കെ, കോഴിയൊക്കെ മേടിച്ച് വെട്ടി ക്ലീൻ ആക്കിയിട്ടുണ്ട്. എല്ലാ ക്ലീനല്ല, അവർ റെഡിയാക്കി നമ്മൾ ബാക്കി സെറ്റാക്കിയിട്ട് അറിയാം. അപ്പോൾ കോഴി മേടിച്ച് വണ്ടിയിൽ നമുക്കപ്പോൾ പോയിട്ട് ക്ലീൻ ചെയ്ത് കറി വെക്കാനുള്ള പരിപാടി നോക്കാം. ഓക്കെ, വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിങ്ങനെയാണ്. വണ്ടി ഇങ്ങനെ പോകണ ഒരു വീഡിയോ എടുക്കാന്നുള്ളത്. വീട്ടിലെത്തിയല്ലേ? വെള്ളം ഉപ്പൊക്കെ ഇട്ട് വെള്ളത്തിൽ ഉണ്ട ഉണ്ടാക്കി. ഓക്കെ ഡിയറെ, അപ്പം നമ്മൾ ഇപ്പം എന്തെന്നാണത് സംഭവം, എന്തെന്നാണ് പിടി. ഓക്കെ ഓക്കെ, അപ്പം ഞാൻ വന്നേ മുമ്പ് പിടിയൊക്കെ ഉണ്ടാക്കി. അപ്പം ഇത് ഉണ്ടാക്കണത് എന്തൊക്കെയാണത് പറഞ്ഞു? ജീരകം, വെളുത്തുള്ളി, ഓക്കെ, ഉള്ളി. അപ്പം നമ്മൾ ചിക്കനൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, വാഷ് ചെയ്ത് സെറ്റാക്കണം കേട്ടോ. കഴുകിയുള്ള എണ്ണയാക്കി ഓക്കെ. മാറുന്നു, നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചോട്ടെ. ഓയിലാണ് ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവനൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് തട്ടിക്കൊടുക്കാം. മറന്നുപോയി, പിടി ഉണ്ടാക്കി വെച്ചത് കാണുന്നുണ്ട്. ഇതാണ് നമ്മുടെ പിടി. ഇനി ചിക്കനും കൂടി വെന്ത് അതങ്ങോട്ട് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഇടാം. എന്നെ കിട്ടണ്ട നോക്കണം. അപ്പോൾ നമ്മൾ ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ നമ്മൾ ഇടിച്ചങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാദ്യം അങ്ങോട്ട് തട്ടിക്കൊടുക്കുക. ഓക്കെ, നമ്മുടെ അവനങ്ങോട്ട് ആദ്യം അങ്ങോട്ട് നോക്കട്ടെ. നമ്മുടെ ചിക്കൻ കറിയാണ്, ചിക്കൻ കറിയും പിടി. ഓക്കെ, അപ്പോൾ ഇഞ്ചിയും പച്ചമുളക്, വെളുത്തുള്ളി അതിനൊക്കെ അങ്ങോട്ട് മൂത്തിട്ടുണ്ട്. ഇപ്പം ഇവന് ശരിക്കും അങ്ങോട്ട് മൂത്തല്ലേ കറിക്കൊരു മണം വരുള്ളൂ. ഇനി സവാള അങ്ങോട്ട് തട്ടി അങ്ങോട്ട് വിടാം. സവാള തട്ടിയിട്ടുണ്ട്. സവാള തട്ടിയിട്ട് ഇനി കുറച്ച് കല്ലുപ്പും കൂടെ ഇട്ട് കൊടുക്കുക. നമ്മൾ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. കല്ലുപ്പ് അങ്ങോട്ട് തട്ടി കൊടുക്കുക. ഓക്കെ, ഇവിടെ ഒരു സാധനം ഉണ്ടാവില്ല പണ്ട്. ഇതെല്ലാം സാധനം നമ്മൾ സവാള വാട്ടാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് വാടിയിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടി വാങ്ങുന്നുണ്ടായിരുന്നു. എന്തോ ഒരു പണിയാണ് നമുക്ക് പൊടിയൊക്കെ അവിടെ തട്ടാം. ഓക്കെ, അതിന് മുമ്പേ നമുക്ക് ഇവിടെ ഒന്ന് ക്ലീനാക്കാം. അല്ലെങ്കിൽ അവൾ വന്നിട്ട് ഞാൻ കയറിയിരുന്നോണ്ട് ഇന്നൊന്ന് ക്ലീനാക്കി ഇട്ടില്ലെങ്കിൽ എൻ്റെ പെണ്ണുമ്പോൾ വന്നിട്ട് എന്നെ അങ്ങോട്ട് പൊളിക്കും. പിന്നെ ഈ അടുക്കളയിലോട്ട് കയറ്റിട്ടുള്ളൂ. അപ്പോൾ നമ്മളിത് ക്ലീനാക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഈ പൊടി അങ്ങോട്ട് തട്ടാം. ആദ്യം മല്ലിപ്പൊടി അങ്ങോട്ട് ഇടാം. എല്ലാവരും മഞ്ഞപ്പൊടി തന്നെ ഇടുന്നത്, പക്ഷെ നമ്മളത് നേരെ തിരിച്ചാണ്. അപ്പോൾ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഇത് അപ്പോൾ നമ്മൾ മല്ലിപ്പൊടി ആദ്യം ഇട്ടാൽ എന്താണെന്നറിയോ, മല്ലിപ്പൊടിക്ക് ഒരു ചെറിയ കുത്തലുണ്ടാവും. അപ്പോൾ ആ ഒരു ചുവക്കയിട്ട് അങ്ങോട്ട് മാറാൻ വേണ്ടിയാണ് ആദ്യം മല്ലിപ്പൊടി ഇട്ടത്. നമുക്ക് ഞാൻ മഞ്ഞപ്പൊടിയാണ് തട്ടാം. അതൊക്കെ മുളക് പൊടി നല്ല പൊടി തന്നെയാണ്. മഞ്ഞപ്പൊടി ഇത്തിരി കുറവാണ്, മസാലയൊക്കെ ഇത്തിരി കുറവ് കൂട്ടിയാൽ മതി. അത് ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ മസാല അങ്ങ് തട്ടാം. അപ്പോൾ ഞങ്ങളുടെ ഇതായി കഴിഞ്ഞിട്ട് ഇച്ചിരി ഓയിൽ ഇത്തിരി കുറവുണ്ട്. ഓയിൽ അങ്ങോട്ട് തട്ടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഞങ്ങൾ ശരിക്കും അവിടെ മൂക്കട്ടെ. അപ്പോൾ ഒരു പള്ളിയിൽ പോയേക്കണേ, പള്ളിയിൽ പോയി വന്നെ മുമ്പ് നമുക്ക് അവിടെ പിടിയും കോഴി അങ്ങോട്ട് റെഡിയാക്കി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നല്ല വൈവായിക്കോളൂ, നല്ല രസമായിക്കോളൂ. അപ്പോൾ ഈ മസാല ഒക്കെ ഉണ്ട്. നമുക്കിത് ഈ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് തട്ടാം. ഓക്കെ, രണ്ടുപേരും കൂടി അങ്ങോട്ട് ഒരുമിച്ച് കിടക്കാം. രണ്ടുപേരെ സെയിം പ്രായക്കാരാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സൺഡേ ആയതുകൊണ്ടേ വൈഫും പിള്ളേരൊക്കെ അങ്ങോട്ട് പള്ളിയിൽ പോയിരുന്നു. അപ്പോൾ അവർ വരുമ്പോൾ ഒരു അടിച്ചോളി, ഒരു ചെറിയ അടിച്ചോളി പിടിയും ചിക്കനും കൂടി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ സൺഡേ അടിച്ച് പൊളിയാക്കും. ഓക്കെ, നന്നാട് സെറ്റാകട്ടെ. ഒരു 2 മിനിറ്റ് മൂടി വെക്കാം. അപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി എല്ലാം കൂടി ഇട്ട് അങ്ങോട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം, ഇതങ്ങോട്ട് ഇടാം. ചിക്കൻ അങ്ങോട്ട് ഇടാം. വെള്ളം ഒഴിക്കണ്ട. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാലേ അത് ശരിയാവില്ല. ഈ ചിക്കനിൽ നിന്ന് വെള്ളം ഒഴുകി വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ വെള്ളം നോക്കിക്കഴിഞ്ഞിട്ട് ബാക്കി വെള്ളം ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഓവർ വെള്ളം ഒഴിക്കും. ഓക്കെ, അവരെ ഇപ്പോൾ പള്ളിയിൽ നിന്ന് എത്താറായിട്ടുണ്ട്. അതിന് മുമ്പ് ഒന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊളിയായിരിക്കും. ഞാൻ രാവിലത്തെ കുർബാനക്ക് പോയി. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഇന്നലെ തന്നെ പ്ലാൻ ചെയ്തേക്കണായിരുന്നു. അപ്പം ഞാൻ അവളോട് ഒന്ന് പിടിയൊക്കെ ഉണ്ടാക്കി വെച്ചോന്ന് പറഞ്ഞു. പിടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ചോദിക്കുമോ നമുക്ക് കറിയാണോ ഇപ്പോഴെന്ന് പറഞ്ഞു. അപ്പോൾ ചിക്കനല്ല ബീഫ് മേടിക്കാന്നാണ് പറഞ്ഞത്. നമ്മൾ ഇന്ന് ചിക്കനും പിടിയും സൂപ്പറാണത്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് നേരമേ കണ്ടിരിക്കട്ടെ. നമുക്കത് കഴിഞ്ഞിട്ട് മൂടി വെക്കാം കുറച്ച് നേരം. ഓക്കെ, പാത്രങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് കഴുകാൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവൾ വരുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ പെട്ടെന്നിലേക്ക് കഴുകി സഹായിച്ചു കൊടുക്കാം. അങ്ങനെ ഉണ്ടാവും. സൂപ്പറല്ലേ? ഞാനിതൊക്കെ എടുത്ത് മൊത്തം ഇട്ട് അലമ്പാക്കി അങ്ങനെ മറ്റാണ് മറിച്ചാണെന്ന് പറഞ്ഞ് എൻ്റെ ആക്കി കയറാമെന്നല്ല എന്നല്ല കേട്ടോ. വെള്ളം പെണ്ണുള്ള പാവം നമ്മൾ ചെയ്ത പരിപാടി ഒന്നും മെനയൊക്കെ കണ്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉഷാറാകും, നമ്മൾക്ക് ഉഷാറാകും. അപ്പോൾ ഓക്കെ, ഇതാദ്യം വേറെ ഒന്നല്ല, ദാമ്പത്യ ജീവിതത്തിൽ അടിപൊളിയായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു പരസ്പരം സഹായം വേണം അടുക്കളയിൽ. അപ്പോൾ നമുക്ക് കഴിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചീര റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കത്രയമ്മേ ചീര റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ചിക്കൻ എന്തായാലും നോക്കട്ടെ.
ഓക്കെ. അതെ, ഒരു പ്രാവശ്യം കൈ പൊള്ളിയോണ്ട് പേടിയാണ്. അതൊന്ന് ഇളക്കി കൊടുക്കും. ഉണ്ട്. അതെ, വൈഫിൻ്റെ അമ്മ ഇവിടെ ഉണ്ട്. അപ്പം അമ്മ വന്നിട്ട് ചോദിച്ചു എന്താ മോനെയുണ്ട്. അപ്പം മറ്റേ ഇത്തിരി വൈറ്റാണല്ലോ, ചിക്കൻ ഇത്തിരി റെഡായിട്ട് ഇരുന്നോട്ട് കാശ്മീരി ഇത്തിരി കൂടുതൽ ഇട്ടിട്ടുണ്ട്. മുളക് പൊടി കുറവേ ഇടുള്ളൂ. അപ്പോൾ ഓക്കെ, ഒന്നും കൂടി ഒന്ന് അങ്ങോട്ട് പിന്നെ വേഗട്ടെ. തീ കുറവാണ്. ഞാൻ തുറന്ന് നോക്കിയാലാ. ഞാൻ പറഞ്ഞില്ലേ വെള്ളം നോക്കിയിട്ട് ഇട്ടാൽ മതി. വെള്ളം വന്നണ്ട സംഭവം ചിക്കൻ കറി അങ്ങോട്ട് സെറ്റായിട്ടാ. നമുക്ക് കുറച്ച് നേരം അങ്ങോട്ട് തിന്നാനുള്ള പരിപാടി നമുക്ക് നോക്കാം. അടിപൊളി, ഒന്നും പറയാനില്ല. സംഭവം ചിക്കൻ കറിയാണ്. ഇച്ചിരി വെള്ളം പറ്റണമെന്ന് തോന്നുന്നു. ഓക്കെ, വെള്ളം ഇച്ചിരി അങ്ങോട്ട് പറ്റില്ല. ഞാൻ പിടിക്ക് ഇത്തിരി ചാറ് വേണ്ടത് നല്ലതാണ്. അവർ വന്നിട്ടുണ്ട്, നമുക്കപ്പോൾ ഒരു പണി. സംഭവം ഇത്തിരി എടുത്തിട്ടേ അവരെ കൊണ്ട് തന്നെ ടേസ്റ്റ് ചെയ്യില്ല. അവർക്ക് അങ്ങോട്ട് കൊടുക്കും. കപ്പട പുറത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്തേക്ക് അങ്ങോട്ടില്ലേ കപ്പ എന്നാണ്ട വായിൽ തോന്നുന്നത്. ഇതിൻ്റെ പുറത്തേക്ക് അങ്ങോട്ട് ഗ്രേവി ആയിട്ടിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തു കഴിയുമ്പോൾ നമ്മളവിടെ നോക്കട്ടെ, ഒന്ന് സെറ്റാണെന്ന് നോക്കട്ടെ. എൻ്റെ പൊള്ളാ, എൻ്റെ പൊള്ളു പൊളി. ചിക്കനും വേണമെന്നേ, നല്ല ചൂടണ്ടേ. നമുക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കല്ലേ. വാ വാ പൊന്നു. ചൂടണ്ട. എൻ്റെ പൊന്നിന് തന്നെ ആദ്യം കൊടുക്കാം. പൊന്നു നല്ല ചൂടുണ്ട്. അപ്പൊ പിടി ചിക്കനും പൊള്ളിയിട്ടാ.